ഞാൻ അങ്ങനെ വിൽക്കാൻ ചെയ്യുന്നത് എന്ത് അയാളെന്റെ കാര്യം പറയുന്നത് എന്റെ പറയാം എന്ന് പറഞ്ഞു. അയാളുണ്ടല്ലോ ഈടെ ബറാത്തിന് സെക്കൻഡ് പെട്ടാരി സാധനം ആയിട്ട് വരുന്നോ ഫസ്റ്റ് ബറാത്തിന് ചാടിയാ ഞാനൊക്കെ വിളിച്ചാൽ പറയാതെ ഞങ്ങളെ നാട്ടിൽ നേരെ ഒഴുക്കാണല്ലോ, തിരിച്ചാണല്ലോ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ പേർക്കാര് ഇങ്ങോട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടല്ലോ ചോദിച്ചു. ഇവിടുത്തെ പച്ചക്കറി ഈ സാധനങ്ങളൊക്കെ ഇവിടെ അമ്മായിമാർക്ക് അമ്മോശാക്കൂടെ ഡ്രസ് പച്ചക്കറി തക്കാളി കട്ട് കടക്കല പിന്നെ എന്തെങ്കിലും കാത്തിലേക്ക് മതി ഹൽവ ഇങ്ങനെ കൊണ്ടുവരാം. അത്രയൊന്നും കൊണ്ടുവരില്ല. എന്നാലും എന്ത് ചെയ്യാം, കുറച്ച് ഞങ്ങൾ മാല നോക്കാതെ കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ഒരു മാലക്കാട് ആളാണ് അതിന് മണി വരും മാലക്കാണെങ്കിൽ വൈപ്പൂരട്ടോ. ഇപ്പൊ പറഞ്ഞു ഈടുണ്ടല്ലോ ഒരു വലിയ കാര്യങ്ങൾ നിങ്ങളെ കൂടെ ചെയ്യിക്കൂല, ഇത് എനിക്ക് വലിയ മോശമാണ്, അതുകൊണ്ട് ഒന്ന് വരാൻ പറ്റുമോ ഇവിടെ ഇത് മോശമായല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ ഇത് അല്ല ഒരു ഞാൻ വൈകിട്ട് വിളിക്കാം. വൈകിട്ട് വിളിച്ചത് അല്ല നമുക്കൊരു കോംപ്രമൈസ് എത്തിയാലാ എന്താ ആർക്കും വേണ്ട ഈർക്കും വേണ്ട ഞാൻ പറഞ്ഞു അവർക്ക് ഇതൊക്കെ മനസ്സിലുണ്ടാവുള്ളൂ. ഇങ്ങോട്ട് വേണ്ട ശരി തന്നെയാണ്. വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങ് പൈസ തരാനൊക്കെ വരുന്നില്ലേ ഈ സാറിന്റെ അവസ്ഥ. അപ്പോ ഞങ്ങൾ പറഞ്ഞ പോലെ ഇടയിൽ പറഞ്ഞല്ലോ ഈ സ്റ്റോറി ഞാൻ ചെയ്തത് അതിന്റെ എന്താ അവിടെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എനിക്ക് മലപ്പുറം ചാക്കി കാസർഗോഡ് താത്തിയായി കഴിഞ്ഞാല് ഒന്നും റീസ് ഉണ്ടാവില്ല. 100% ഉറപ്പുണ്ടത് കത്തിക്കാറും ഉറപ്പാ. ആ 2 ഭാഷ രസകരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് എന്താ കത്തിക്കാറും അവിടെ അപ്പൊ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ കത്തിക്കാറും. അപ്പൊ എന്താ വെച്ചാല് ഞാനിത് അന്വേഷിച്ചില്ല. എനിക്ക് ഞാനിപ്പോ ആരും പിൻവലിക്കൽ അത്തരത്തിലുള്ള ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എനിക്കിപ്പോ ഒരുപാട് നല്ല അടിച്ചുകൾ ഓർഗനൈസ് ഉണ്ടാവും. പോലെ തന്നെ ഇങ്ങോട്ട് കയറാന് എന്തില്ല ഞമ്മക്ക് താല്പര്യം. ഓക്കെ, പക്ഷെ എന്നാലും നമ്മളുടെ ആയിട്ടുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കും. അങ്ങനെയുണ്ട്. ഓക്കെ, മക്കളെ സീറ്റിലിരുന്ന് കഴിഞ്ഞാലേ നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു വിന്നർ കാത്തിരിക്കുന്നുണ്ട് ഈ ഷീറ്റില്. ആരായിരിക്കോ വിന്നർ? മടിയിലൊക്കെ മാറ്റിയിട്ട് ചെയറിലേക്ക് പറഞ്ഞു വിടട്ടോ മക്കളെ. എല്ലാവരും ഫസ്റ്റ് എത്തിയ ആൾക്കായിരിക്കും. ഫസ്റ്റ് എത്തിയ ആൾക്കാവോ? ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. ഫസ്റ്റ് എത്തിയ ആളാണ് നമ്മൾ ആൾക്കാരാണ് അല്ലേ? ആ കൂടെ അവരുണ്ട്. ഒരു നൈബേഴ്സ് ആണ് ഫസ്റ്റ് എത്തിയത്. നോക്കുക നമ്മുടെ ഇരുന്ന ചെയറിന്റെ താഴെ ഒന്ന് നോക്കിയേ. ഒന്നുമില്ല അല്ലേ? പറ്റിച്ചു. നിങ്ങൾ ചെയറിന്റെ താഴെ ഒന്ന് തൊട്ട് നോക്കി എന്തെങ്കിലും കാത്തൊക്കെ ഉണ്ടോ? അല്ല ചുളിക്ക എവിടെയെങ്കിലും ഉണ്ടോ? ശരിക്കും തപ്പണേ. ചെയറുകളൊക്കെ തപ്പുക. സർപ്രൈസ് ഗിഫ്റ്റ് വിന്നർ കൂടെ വന്നിട്ടുണ്ട്. വിന്നർ സമ്മാനമായിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പൊ നമ്മുടെ സർപ്രൈസ് വിന്നർ മോളെ പേരെന്താ? ഫാത്തിമ സലീമയാണ് ഇന്നത്തെ സർപ്രൈസ് വിന്നർ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സുകള് നമുക്ക് പക്ഷെ ഇവര് മാത്രമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യൂല. നമുക്ക് പുതിയ പുതിയ സൗഹൃദങ്ങൾ വേണം. ഒരുപാട് അറിവുകളുള്ള ഒരുപാട് ആളുകളുള്ള ലോകത്താണ്. അപ്പോ ഈ ഒരു സഫർവൈസിന്റെ ക്യാമ്പുകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അപ്പോ അവരെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യൂസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പുതിയ ഞങ്ങളൊരു ഷീ ക്യാമ്പിൽ അപ്പോ
നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് ഇപ്പൊ കാസർഗോഡുള്ള ഒരു ബുക്ക് ചെയ്തിട്ടുണ്ട്, കണ്ണൂരുള്ള ടീംസ് ഉണ്ട്, അങ്ങനെ കോഴിക്കോടുള്ള ടീംസ് ഉണ്ട്, അങ്ങനെ മലപ്പുറം. അപ്പൊ നമ്മളൊരു സർക്കിളല്ല, നമ്മളെ ആ ഒരു ഏതാണോ നമ്മൾ ഏത് ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് അവര് മാത്രം. പക്ഷെ വേറെ ഒരുപാട് സൗഹൃദങ്ങള്, പുതിയ ബന്ധങ്ങള്, അവർക്കുണ്ടാവും ഒരുപാട് പറയാന്, അവർക്കുണ്ടാവും പുതിയ ഒരുപാട് അനുഭവങ്ങൾ. ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊന്നും അനുഭവിച്ചതൊന്നും ആവില്ല. നമ്മളെ ആ ഒരു പെയിൻഫുൾ ഒന്നും അല്ലാത്തൊരവസ്ഥയ്ക്ക് നമ്മളെക്കാളും പെയിൻ അനുഭവിക്കുന്ന, ലൈഫിൽ ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. നമുക്ക് നമ്മളെ വീടിന്റെ റൂമിന്റെ എണ്ണം കുറവ്, വലിപ്പം കുറവ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളേക്ക്. പക്ഷെ അവരെ സംബന്ധിച്ച് അതുപോലും ഇല്ലാത്ത, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവരെ വീട് പൊളിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലീൻ സ്റ്റാഫായിട്ട് വരുന്നൊരു ആയാണ്. അപ്പോ മുപ്പത്തിയേര് ഇപ്പൊ എന്തായിട്ടുണ്ട്, അവർക്ക് വീട് പണിയായപ്പോ ഷെഡിലാണ് അവര് താമസിക്കുന്നത് കേട്ട് കഴിഞ്ഞു. നമുക്ക് ബദലായിട്ട് നമ്മളതിനുള്ള മാർഗം തേടുന്നുണ്ട്, എന്താണോ ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്നും അങ്ങനെയൊക്കെ താമസിക്കുന്ന, കുറഞ്ഞ സമയത്തേക്കായാലും അങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളെ ടീംസിന്റെ ഒരു സ്കൂളില് വീട് നിർമ്മിച്ചു കൊടുത്തു ഒരു ടീമിന്. അപ്പോ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോ അവര് അത്രയും പാവപ്പെട്ട ഒരു ഫാമിലിയാണ്. മോൻ വന്നിട്ട് പറയുന്നത്, അമ്മ ഈ സ്റ്റാഫെല്ലാം കൂടെ ഒരു കാറിൽ വന്നു. അപ്പൊ ഒരു കയറ്റാണ്, ആ കയറ്റത്തിന്റെ അവിടുത്തെ കുട്ടി കാറിൽ കയറിയിട്ട് മുകളിലേക്ക് പോയിട്ട് ആ കുട്ടി അമ്മനോട് ഓടിച്ചെന്ന് പറഞ്ഞൊരു കാര്യം, അമ്മ ഞാൻ കാറിൽ വന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ കാലത്ത് കാറിൽ കയറാറുണ്ട് നമ്മളൊന്നും സംബന്ധിച്ച് അതൊന്നും ഒരു സംഭവമേ അല്ല. പക്ഷെ ആ കുട്ടികള് അത്രത്തോളം കഷ്ടതകള് അനുഭവിച്ചുകൊണ്ടാണ് ആ കുട്ടീന്റെ വാങ്ങിന്ന് അത് വന്നത്. അങ്ങനെ വീട് എടുത്ത് കൊടുത്തു, അതിനുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഈ വന്ന സ്റ്റാഫിനോട്, ടീച്ചേഴ്സിനോട് പറയാണ്, പ്ലേറ്റിൽ ഇങ്ങനെ പൊട്ടുന്ന പ്ലേറ്റിൽ കൊടുത്തപ്പോ പറയാണ്, എനിക്ക് പേടിയാണ് ഇത് ഉപയോഗിക്കാൻ, ഇത് പൊട്ടിപ്പോകൂലേ. അപ്പൊ അത്രത്തോളം ചിന്തിച്ചു നോക്കി. നമ്മളൊക്കെ എത്രയോ അൽഹംദുലില്ലാഹ് എന്നുള്ളത് ദൈവത്തോട് എപ്പോഴും നമ്മൾ സ്തുതിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെ ലൈഫ് ഇന്ന് നമുക്ക് പരിമിതികളുണ്ടെങ്കിലും, നമുക്ക് ഒരുപാട് പരിമിതി ഉണ്ടാവും, ലിമിറ്റേഷൻസ് ഉണ്ടാവും. എന്നാലും അൽഹംദുലില്ലാഹ് നമുക്ക് കേൾക്കാൻ കാതുണ്ട്, കാണാൻ കണ്ണുണ്ട്, ശ്വസിക്കാൻ മൂക്കുണ്ട്. നമ്മുടെ അവയവങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ തന്നെ അൽഹംദുലില്ലാഹ് എന്നുള്ളത് 100 തവണ നമ്മള് ദിവസവും പറയേണ്ടതുണ്ട്, അല്ലെ? കാരണം നമ്മളെക്കാളും നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ലടോ, നമുക്കൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിമറിക്കാൻ പറ്റും. എന്റെ സ്കൂളിൽ ഒരു സ്റ്റുഡന്റ്, അവന് നല്ല മിടുക്കനായിരുന്നു, ഉഷാറായിരുന്നു. പക്ഷേങ്കില് ഒരു ദിവസം അവന് ഈ മുണ്ടിനീക്കുണ്ടല്ലോ, അത് വന്നിട്ട് ഞാൻ ഒരുപാട് പിള്ളേരോട് പറഞ്ഞു, വരരുത്, സ്കൂളിൽ വരരുത്. കാരണം ഇത് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും സ്പ്രെഡ് ആവും. പല പേരൻസ് ഇതിനോട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മുഴുവൻ മാറിയെന്ന് വരില്ല, ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖം ഒരു തവണ നീങ്ങിയിട്ട് അവരിങ്ങോട്ട് പോയി സ്കൂളിലേക്ക് തട്ടിവിടും. വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ എന്താ പൊട്ടിത്തെറി. എല്ലാ മക്കളും അങ്ങനെ തന്നെ കയറും, നല്ല പൊട്ടിത്തെറി കയറും. അപ്പൊ താഴെ വേറെ കുട്ടിയുണ്ട്. അപ്പൊ ഇവന് കിടന്ന് ഇടങ്ങേറാക്കി കഴിഞ്ഞാൽ ഉമ്മാക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഉമ്മാക്ക് വീട്ടിലുള്ള പണി ചെയ്യണം. പൊതുവെ എന്താ ചെയ്യുക, ഏത് അസുഖമാണെങ്കിലും, വലിയ വികൃതിയുള്ള മക്കളെ ഏത് അസുഖമാണെങ്കിലും പാരന്റ്സ് സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടാവും. കാരണം വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഈ കുട്ടിക്ക് മുണ്ടിവീക്കം വന്ന ഈ ഒരു കുട്ടി, അവന്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു.